Okay, in the next നമുക്ക് 8th question. ഇത് 9th standard ഗണിതമഞ്ജരി chapter 1 uses of coordinates, end of exercise, question number 8. Okay, new book ആണ് ഗണിതമഞ്ജരി 9th standard new book. Then your question is, using the origin as one vertex, plot the vertices of a right angle isosceles triangle. Second one, an isosceles triangle with one vertex in quadrant 3 and the other in quadrant 4. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ഇതിൽ മാർക്ക് ചെയ്യാം, സെക്കൻഡ് വൺ നമുക്ക് ഇതിൽ മാർക്ക് ചെയ്യാം, റൈറ്റ്. റൈറ്റ് ആംഗിൾ ഐസോസിലിസ് ട്രയാങ്കിൾ. അപ്പോൾ റൈറ്റ് ആംഗിൾ എപ്പോഴും ഈ വെർട്ടിക്കൽ ലൈനും ഹൊറിസോണ്ടൽ ലൈനും ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, അല്ലേ? ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. സോ ദിസ് വിൽ ബി 90. എല്ലാ ആംഗിളും ഇതും 90 ആയിരിക്കും, ഇതും 90 ആണ്, ഇതും 90 ആണ്. വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഓൾവേസ് ഇറ്റ് വിൽ ബി ഇൻ 90 ഡിഗ്രി, റൈറ്റ്? അപ്പോൾ റൈറ്റ് ആംഗിൾ ഐസോസിലിസ് ട്രയാങ്കിൾ. അപ്പോൾ ഇതിന് ഐസോസിലിസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ബോത്ത് സൈഡ്സ് ആർ ഈക്വൽ എന്നും കൂടിയാണ്. രണ്ട് സൈഡ് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ടു സൈഡ്സ് ആർ ഈക്വൽ മീൻസ് ഇവിടുന്ന് 1 2 എടുക്കാം, ഇവിടുന്ന് 2 എടുക്കാം. ഓക്കെ, എന്നിട്ട് റൈറ്റ് ആംഗിൾ ഐസോസിലിസ്. അപ്പൊ ഇത് 2,0 അല്ലേ? ദിസ് ഇസ് 2,0, ദിസ് ഇസ് 0,2. ഇനി ഇത് രണ്ട് ജോയിൻ ചെയ്യുമ്പോൾ ഇത് ഐസോസിലിസ് ട്രയാങ്കിൾ ആയി, ഐസോസിലിസ് റൈറ്റ് ട്രയാങ്കിൾ ആയി, റൈറ്റ്? അപ്പൊ ഇത് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഐസോസിലിസ് റൈറ്റ് ട്രയാങ്കിൾ ആയി. ദെൻ വി ക്യാൻ നെയിം ഇറ്റ് ആസ് എന്തൊക്കെയാ, ഇതിന് ഏതെങ്കിലും ഒരു പേര് കൊടുത്താൽ ഐസോസിലിസ് ആയി. ദാറ്റ് മീൻസ് ഇപ്പൊ ABC ആണെങ്കിൽ ABC ഐസോസിലിസ് റൈറ്റ് ട്രയാങ്കിൾ. ഇനിയിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുകളിൽ ഈ ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റും വരയ്ക്കാം. 2 ഈ 2 -2 ജോയിൻ ചെയ്യാം, -2 ജോയിൻ ചെയ്യാം, 2 -2 ജോയിൻ ചെയ്യാം. ശരിക്കും പിന്നെ റോംബസ് മതിയാവും, പക്ഷെ നമുക്ക് ഒന്ന് മതി. യൂസിംഗ് ദി ഒറിജിൻ ആസ് വൺ വേർട്ടെക്സ്, പ്ലോട്ട് ദി വെർട്ടിസസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ഐസോസിലിസ് ട്രയാങ്കിൾ. അപ്പൊ ഏതെങ്കിലും ഒരു വേർട്ടെക്സ്, ഏതെങ്കിലും ഒരു ഇത് മതി, ഒരു സൈഡിൽ മാത്രം മതി, ഒരു ക്വാഡ്രന്റിൽ മാത്രം അത് പ്ലോട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, നൗ വിൽ സീ ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. An isosceles triangle with one vertex in quadrant 3. Isosceles triangle ആവണം. ഒരു വെർട്ടെക്സ് ക്വാഡ്രന്റ് 3-ലാവണം, അനദർ വെർട്ടെക്സ് ഇൻ ക്വാഡ്രന്റ് 4-ലാവണം. ഐസോസിലിസ് ആവും വേണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് 1 2 എടുക്കാം, അല്ലെ 3 എന്ന് എടുക്കാം. ഞാൻ കുറച്ചും കൂടി വലുതാവാൻ വേണ്ടി നമുക്ക് 3 എന്ന് എടുക്കാം. ഓക്കെ, 1 2 3. ഈ 3-ൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് ഒരു 3 യൂണിറ്റ്സ് എടുക്കുക, ഇവിടേക്ക് ഒരു 3 യൂണിറ്റ്സ് എടുക്കുക. ഓക്കെ, 1 ഇത് 3 അല്ല കേട്ടോ. അപ്പം ഇവിടുന്ന് 3-ൽ നിന്ന് 1 2 3 യൂണിറ്റ്സ് എടുക്കാം, 1 2 3 യൂണിറ്റ്സ് എടുക്കാം, ഇവിടുന്ന് ഒരു 3 യൂണിറ്റ്സ് എടുക്കാം. അപ്പൊ ഇത് ഓക്കെ. ഇനി ഐസോസിലിസ് റൈറ്റ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഫസ്റ്റിന് നമുക്ക് ഇത് രണ്ടൊന്ന് ജോയിൻ ചെയ്യാം, ഇത് രണ്ടും ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതൊന്ന് തേർഡ് ക്വാഡ്രന്റിലാണ്, ഒരു പോയിന്റ് ഇതിന്റെ തേർഡ് ക്വാഡ്രന്റിലാണ്, അനദർ പോയിന്റ് ഇറ്റ് ഈസ് ഇൻ ഫോർത്ത് ക്വാഡ്രന്റ്, അല്ലെ? ഇനി ഇത് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് എന്താണ്, ഈ പോയിന്റും വേർട്ടെക്സും കൂടി ജോയിൻ ചെയ്താല് നമുക്ക് എന്ത് വന്നു? ഐസോസിലിസ് റൈറ്റ് ട്രയാങ്കിൾ വന്നു. ഐസോസിലിസ് റൈറ്റ് ട്രയാങ്കിൾ വന്നു. ഇത് ഐസോസിലിസ് ട്രയാങ്കിൾ എന്ന്, റൈറ്റ് ട്രയാങ്കിൾ പറയുന്നില്ല ഇവിടെ, അതിന് ഐസോസിലിസ് ട്രയാങ്കിളേ പറയുന്നുള്ളൂ, അതിന് ഐസോസിലിസ് ട്രയാങ്കിൾ. അപ്പോൾ ഇത് ജോയിൻ ചെയ്ത് ഐസോസിലിസ് ട്രയാങ്കിൾ വന്നു. എന്താ ഐസോസിലിസ് പറയാൻ കാരണം? ഇത് ഈ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ദാറ്റ് മീൻസ് ഇത് 6 ആണ്, 6 യൂണിറ്റ്സ് ആണ്. ലെഫ്റ്റിലേക്ക് 3 യൂണിറ്റ്സും റൈറ്റിലേക്ക് 3 യൂണിറ്റ്സും. അപ്പൊ രണ്ട് ഈക്വൽ ഇതിലെ, ഒന്ന് തേർഡ് ക്വാഡ്രന്റ്, ഒന്ന് ഫോർത്ത് ക്വാഡ്രന്റും. എന്നിട്ട് നമ്മൾ എവിടുന്ന ജോയിൻ ചെയ്യുന്നത്? വൺ വേർട്ടെക്സ് ആൻഡ് ദ അതർ ഇൻ ക്വാഡ്രന്റ് 4. ക്വാഡ്രന്റ് 4-ൽ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഐസോസിലിസ് ട്രയാങ്കിൾ ആയി. ഇത് രണ്ട് ഈക്വൽ സൈഡ്സ് ആയിരിക്കും, അപ്പൊ ഇത് ഐസോസിലിസ് ട്രയാങ്കിൾ ആയി. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് എൻ ഐസോസിലിസ് ട്രയാങ്കിൾ, ഇത് റൈറ്റ് ആംഗിൾ ഐസോസിലിസ് ട്രയാങ്കിൾ. ഓക്കെ, താങ്ക് യു.